റീൽസും കാര്യങ്ങളും പ്രമോഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേണം ഇനി അങ്ങോട്ട് കഞ്ഞി കുടിക്കാൻ. ചേച്ചിയുടെ ഭർത്താവ് ഗൾഫിലാണെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നു ജയിലിലാണ്, മായാവിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. മേത്തിച്ച് ഇവിടെ നല്ലൊരു തരിയുടെ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. ഒരു വേട്ടാവളിയൻ ബോക്സിലാക്കി ഇത് ഭർത്താവ് കൊണ്ടു തന്നതാണ്. ഇങ്ങനെയാണോ സുഹൃത്തുക്കളെ ഭർത്താവ് ഭാര്യയ്ക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ഭർത്താവ് കൊടുത്തത് എങ്ങനെയാണെന്ന് ജനങ്ങളെ കാണിക്കാൻ അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ആദ്യം ഭർത്താവ് ഈ കാര്യം ഭാര്യയോട് വിളിച്ചു പറയുന്ന ആ ഒരു കോളുണ്ടല്ലോ, അത് നമുക്ക് വീഡിയോ ആക്കി വയ്ക്കാം. എന്തായാലും ഭാര്യമാരെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഇപ്പം ഗൾഫിലല്ല അമേരിക്കയിൽ ഇരുന്നിട്ട് പോലും വീഡിയോ കോൾ വിളിച്ചിട്ട് ഇപ്പം സംസാരിക്കുള്ളൂ. ഭാര്യ ഇവിടെ കൊയിലാണ്ടി വീട്ടിൽ റൂമിലിരുന്ന് ഭർത്താവിൻ്റെ വീഡിയോ കോളിൽ സംസാരിക്കുന്ന ആ ഒരു വോയിസ് അടക്കം, ആ ഒരു ഫോണിലെ വിഷ്വൽസ് അടക്കം ഒരു വീഡിയോ ആക്കി പബ്ലിക്കിന് ഇട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ എന്ത് രസമുണ്ടായിരുന്നേനല്ലേ. പക്ഷേ ഈ പുള്ളിക്കാരി കളിച്ച തരികിട നാടകം, അതാണ് കണ്ടത്. ഈ ഒരു ഡയമണ്ട് നെക്ലേസ് വരുന്നതിന് 2 ദിവസം മുമ്പ് ഇവർ ഒരു ജ്വല്ലറി പോയിട്ട് വേറൊരു നെക്ലേസ് വെച്ച് നോക്കുന്ന ഒരു വീഡിയോ, ഒരു ഷോർട്സ് ഇവരിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് ഈ ചെറിയ മാല അവിടെ കണ്ടിട്ട് അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിറ്റേ ദിവസം പോയി അതെടുക്കുന്നു. എന്നിട്ട് ഇല്ലാത്ത ഭർത്താവ് പൈസ അയച്ചു കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മാല പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പോയി വാങ്ങിച്ചതാരാ? ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുമ്പം അത് ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും ഇപ്പം അമേരിക്കയിൽ നിന്ന് പോലും ആൾക്കാർ വീഡിയോ കോൾ വിളിച്ചിട്ട് വീട്ടിലുള്ളവരായിട്ട് സംസാരിക്കുകയുള്ളൂ. ആ കോള് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിക്കിന് ഇട്ട് കൊടുക്കാം. അതൊന്ന്. പിന്നെ ഭർത്താവ് പറഞ്ഞതിന് ശേഷം ഭാര്യ പോയിട്ട് അവിടെ പോയിട്ട് മാല സെലക്ട് ചെയ്തിട്ട് വേണം വാങ്ങിച്ച് കൊണ്ടുവരാനായിട്ട്. ഇത് ഒരു വേട്ടാവളിയെ പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഒരു ഭർത്താവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് നമ്മൾ കണ്ടത്. വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് അവിശ്വസനീയമെന്ന്. അതാണ് ഇന്ന് ജൂൺ 15 മഴ തോരാത്തത്. എന്ത് തന്നെയായാലും എൻ്റെ കണ്ണാ, നിന്റെ തിരുനടയിൽ കിടന്നുള്ള ആ കളി അങ്ങോട്ട് അവസാനിപ്പിച്ചല്ലോ. വളരെ ഉപകാരം. പണി കൊടുക്കുന്നുണ്ടെങ്കിൽ കണ്ണാ ദാ ഇതുപോലെ പണി കൊടുക്കണം. ഇനി ആ തിരുനടയിൽ വന്നിട്ട് ദാ ഇതുപോലൊരു കൂറക്കളി കളിക്കാൻ ഇവളുടെ മുട്ടടിക്കും. ഇനിയൊന്ന് കളിച്ച് നോക്കട്ടെ. എന്തായാലും ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായി. നീ വയനാട്ടിലേക്കോ സുൽത്താൻ ബത്തേരിയിലേക്കോ എവിടെ വേണേലും പൊക്കോ, ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല. ഗുരുവായൂരമ്പലനടയിൽ കയറിയുള്ള നരങ്ങൾ നിന്നല്ലോ, അത് മതി. കണ്ണന് 100 താങ്ക്സ് പറയാണ്. കണ്ണൻ്റെ തിരുനടയിലെത്തി മെഴുകാൻ പറ്റാണ്ടല്ലേ നിനക്കിന്ന് ബർത്ത്ഡേ ആയത്. ഹിന്ദു ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചിട്ട് കേരളത്തിലുള്ള ആൾക്കാരെ വെറുപ്പിക്കാനും തമ്മിൽ തല്ലിക്കാനും വേണ്ടി കണ്ണൻ്റെ നടയിൽ വന്ന് മെഴുകാൻ പറ്റാഞ്ഞിട്ട് അവൾക്ക് ബർത്ത്ഡേ, അവളുടെ ഒരു ബർത്ത്ഡേ പോടി. എന്തുതന്നെയായാലും ഗുരുവായൂർ ഉണ്ണിക്കണ്ണനോട് 100 താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. അത്രത്തോളം നന്ദിയുണ്ട് കൃഷ്ണ. ചേച്ചി പാൻറ്റൊക്കെ ഇപ്പോൾ ഇട്ട് വന്നിട്ടുണ്ട്. ചേച്ചിയുടെ പാൻറ് ഇടലിൽ എന്തൊക്കെയോ അപാകതകൾ എനിക്ക് ഫീൽ ചെയ്യും. കൂടെയുള്ള അരണയുടെ പാൻറ്റാണോ എന്നൊക്കെ ആൾക്കാർ കമൻറ്റിൽ എഴുതി ചോദിക്കുന്നത് ഞാൻ കണ്ടു. എന്തായാലും താത്തിച്ചി 90 മോഡൽ മാരുതിയുടെ 800 ആണ്. ആ 90 മോഡൽ മാരുതി 800-ന് അല്ലറ ചില്ലറ പാച്ച് വർക്കുകളും പെയിൻറ്റും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ BMW ആവില്ല എന്ന് മേത്തിച്ച് ഓർത്താൽ നന്ന്. പാൻറ്റും ടീഷർട്ടും മൂക്കിലൊരു മൂക്കുകയറും കയ്യുമ്മ കുറേ ഒലക്ക ചുറ്റുകളും കഴുത്തിലൊരു കയറും. ചേച്ചി മോഡേൺ ആവാൻ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ 90 മോഡൽ പാണ്ടിലോറി എങ്ങനെ BMW ആവും എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏതോ ഒരു റോൾഡ് ഗോൾഡ് കടയുടെ പരസ്യം പോലെയാണ് ഈ ഒരു മേത്തിച്ച് വരുമ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത്. പാണ്ടിലോറി എത്ര പെയിൻ്റ് അടിച്ച് പാച്ച് വർക്ക് ചെയ്ത് എത്ര അലങ്കരിച്ചാലും ഓടിയാവില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കിയാൽ നന്ന് എന്ന് മാത്രമേ പറയാനുള്ളൂ.